എക്സിറ്റ് പോൾ ഫലം വരുന്നത് ഇന്ന് ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടം പൂർത്തിയാകുന്നതോടുകൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ ഇതാ 142 മണ്ഡലങ്ങളിലും പോളിംഗ് പുരോഗമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ റെക്കോർഡ് പോളിംഗ് ആണ് പശ്ചിമ ബംഗാളിൽ രേഖപ്പെടുത്തിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഏതാണ്ട് 93% മുകളിൽ ആയിരുന്നു പോളിംഗ് എന്നതാണ്. ഇത്തവണയും സമാനമാകുന്ന തരത്തിൽ തന്നെയുള്ള ഒരു പോളിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. ഇതാ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, രാവിലെ തന്നെ വോട്ടർമാരുടെ ഒരു നീണ്ട നിര പ്രകടമായിരുന്നു. അതായത് പോളിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് മോക്ക് ഡ്രിൽ നടത്തിയിരുന്നു. ആ മോക്ക് ഡ്രില്ലിനോട് ഒപ്പം തന്നെ മോക്ക് ഡ്രിൽ നടക്കുന്ന സമയത്ത് പോലും പോളിംഗ് ബൂത്തുകളിൽ ആളുകളുടെ നിര ദൃശ്യമായിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. ഒപ്പം SIR നടപ്പിലാക്കിയതിനു ശേഷം പശ്ചിമ ബംഗാളിൽ നടക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഒരുപക്ഷെ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം SIR എന്നത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഒന്നല്ല എങ്കിൽ പശ്ചിമ ബംഗാളിലെ വോട്ടർമാരെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് SIR എന്നതാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഈ വോട്ടർ പട്ടികയിൽ ഇടം നേടാത്തവരുടെ പൗരത്വം പോലും നഷ്ടമാകുമെന്ന തരത്തിലുള്ള ഒരു പ്രചാരണം ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ആളുകൾ കഴിയുന്നത്ര വോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാം, വിവിധ ജോലികളിൽ ഏർപ്പെട്ടിട്ടുള്ള നിരവധി, നമ്മൾ ഭായിമാർ എന്നൊക്കെ വിളിക്കുന്ന പശ്ചിമ ബംഗാളിൽ നിന്നുള്ള നിരവധിയായ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരിൽ പലരും അവധിയെടുത്ത് വോട്ട് ചെയ്യാൻ പോയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ 93% പോളിംഗ് ആണ് ഒന്നാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയതെങ്കിൽ ഇതാ രണ്ടാം ഘട്ടത്തിലും സമാനമാകുന്ന തരത്തിലുള്ള ഒരു തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നു എന്ന് വേണം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ. ശക്തമായ പോളിംഗിനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. കാരണം ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ ന്യൂനപക്ഷ വോട്ടുകൾക്ക് സ്വാധീനമുള്ള മേഖലകളിൽ കൂടിയാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതായത് 50% മുകളിൽ പോലും മുസ്ലിം വോട്ടർമാർ ഉള്ള മണ്ഡലങ്ങൾ ഇപ്പോൾ വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബാലിഗഞ്ചും റാഷ് ബഹാരിയും ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ. ഇതിൽ തന്നെ ബാലിഗഞ്ച് പരിശോധിച്ചാൽ 50% മുകളിൽ ആണ് അവിടെ മുസ്ലിം വോട്ടർമാരുടെ എണ്ണം എന്നത്. മാത്രവുമല്ല, ഇതിൽ ഏറെയും മമതാ ബാനർജിയുടെ തട്ടകം ആണ് എന്നതാണ്. മമതാ ബാനർജി തന്നെ മത്സരിക്കുന്ന ഭവാനിപൂരിൽ വളരെ മികച്ച ഒരു പോളിംഗ് തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. ഇതാ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നു, കേന്ദ്രസേന ഇവിടെ ഇതാ 2 ലക്ഷത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി വിനിയോഗിച്ചിട്ടുള്ളത് എന്നതാണ്. അതായത് തൃണമൂലിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ മണിപ്പൂരിൽ കലാപമുണ്ടായപ്പോൾ പോലും ഇത്രയധികം ഉദ്യോഗസ്ഥരെ നിയോഗിച്ചില്ല എന്നത് തന്നെയാണ്. അവിടെ തന്നെ ചില എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളെ അടക്കമാണ്, IPS ഉദ്യോഗസ്ഥരായ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റുകളെ അടക്കമാണ് ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളത്. അത് ഭീതിപ്പെടുത്തുന്ന ഒന്നാണ് എന്നാണ് തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാട്. അതിനെതിരെ കോടതിയടക്കം സമീപിച്ചുവെങ്കിലും കോടതി അതെല്ലാം തള്ളിക്കളഞ്ഞു. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കൃത്യമായി പറയുന്നത്, സാധാരണ പശ്ചിമ ബംഗാളിൽ 7 or 8 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. എന്നാൽ ഇത്തവണ 2 ഘട്ടം കൊണ്ട് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സേനയുടെ ആവശ്യം വരും. അതുമാത്രവുമല്ല, കഴിഞ്ഞകാല പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ പശ്ചിമ ബംഗാളിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വോട്ടർമാർ ഭയപ്പെടുന്ന സാഹചര്യമുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില കോണുകളിൽ വലിയ സ്വാധീനമുണ്ടാകും. ആ കോണുകളിൽ ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് അപ്പുറത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവർക്ക് വോട്ട് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ട്. അതൊന്നും അനുവദിക്കില്ല എന്ന് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഇപ്പോഴിതാ ഈ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് കൊൽക്കത്ത സൗത്ത്, കൊൽക്കത്ത നോർത്ത്, നോർത്ത് 24 പർഗനാസ് നഗർ, സൗത്ത് 24 പർഗനാസ് നഗർ, ഹൂഗ്ലി, പൂർബ ബർദ്ധമാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആണ്. ഇതിൽ തന്നെ ഈ സൗത്ത് നോർത്ത് 24 പർഗനാസ് നഗറിൽ തന്നെ ഏതാണ്ട് 19 ലക്ഷം വോട്ടുകൾ ഉണ്ട് എന്നതാണ്. ഈ വോട്ടുകൾ എന്നതൊക്കെ പലപ്പോഴും മമതാ ബാനർജിയുടെ കുത്തകയാണ് എന്നതുകൂടിയാണ് എടുത്തു പറയേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ SIR പുറമെ അഴിമതി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട, തൊഴിലില്ലായ്മ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം കൂടിയായിരുന്നു എന്നതാണ്. അതോടൊപ്പം തന്നെ പതിറ്റാണ്ടുകളായി മമതാ ബാനർജിയുടെ തുടർ ഭരണമാണ്. അതിന് എതിരായ ഒരു വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് BJP അവകാശപ്പെടുന്നു. പക്ഷേ മമതാ ബാനർജി അതിനെ തിരിച്ചടിക്കുന്നത് പശ്ചിമ ബംഗാളിനെ വിഭജിക്കുക എന്നതാണ് ലക്ഷ്യം. SIR അടക്കം എത്രയോ ബംഗാൾ സ്വദേശികൾക്ക് വോട്ട് നഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. ഇതേ മമതാ ബാനർജിയുടെ ഉദ്യോഗസ്ഥർ തന്നെയാണ് BLOമാരും ഒക്കെയായി ചുമതലയേറ്റിരുന്നത്. അവർ തന്നെയാണ് ഈ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നത് എന്ന് പറയുമ്പോൾ പോലും 90 ലക്ഷം വോട്ടർമാർ ആണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് പുറത്തു പോയിട്ടുള്ളത്. ഇവർക്ക് കൃത്യമായ രേഖകൾ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. 27 ലക്ഷം അംഗങ്ങൾ പെൻഡിങ്ങിൽ ആണ്, അതായത് സംശയാസ്പദമാകുന്ന തരത്തിലാണ്. അതിൽ തന്നെ 12 ലക്ഷം വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇത്രയധികം വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ള ആളുകളുടെ എണ്ണം പരിശോധിക്കുമ്പോൾ 3.21 കോടി വോട്ടർമാർ ആണ് ഇന്ന് വോട്ട് രേഖപ്പെടുത്തേണ്ടത്. അതിൽ തന്നെ 1.6 കോടി പുരുഷ
വോട്ടർമാർ കൂടിയുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. 41,000 പോളിംഗ് ബൂത്തുകളിൽ ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 2,321 കേന്ദ്ര കമ്പനി സേനകളെ ആണ് വിന്യസിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശ ദിനത്തിൽ അടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നേതൃത്വം നൽകി പശ്ചിമ ബംഗാളിൽ എന്ന് പറയുക മാത്രമല്ല, അന്ന് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശത്തിൽ പറഞ്ഞത് ഞാൻ ഇനിയും ബംഗാളിലേക്ക് വരും, അത് മെയ് 4-ന് ശേഷമായിരിക്കും, അപ്പോൾ BJPയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആയിരിക്കും എന്നുള്ളതാണ്. അതിന് മമതാ ബാനർജി അത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും സ്വപ്നം കാണാം, ആ സ്വപ്നം താങ്കൾ കണ്ടുകൊള്ളൂ എന്ന് പ്രധാനമന്ത്രിക്ക് മറുപടി നൽകുകയും അങ്ങനെ മണ്ഡലത്തിൽ, അതായത് ഭവാനിപ്പൂരിൽ ആണ് ഈ മമതാ ബാനർജി മത്സരിക്കുന്നത് എങ്കിൽ പോലും ആ മണ്ഡലത്തിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാതെ സംസ്ഥാനത്ത് ഉടനീളം വ്യാപകമായ പ്രചാരണം ആയിരുന്നു മമതയുടെ നേതൃത്വത്തിൽ നടന്നത്. അവിടെയാണ് ഈ രണ്ട് ബ്രാൻഡുകൾ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ എന്നത് പശ്ചിമ ബംഗാളിന്റെ പ്രധാനപ്പെട്ട കണക്കായി നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത്. ഇനി ഇതാ എന്തുകൊണ്ട് പശ്ചിമ ബംഗാൾ ഇത്തവണ പ്രധാനപ്പെട്ടതാകുന്നു എന്ന ഡേറ്റ കൂടി വളരെ പെട്ടെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് പശ്ചിമ ബംഗാളിൽ 294 നിയമസഭാ സീറ്റുകൾ ആണ് ഉള്ളത്. അതിൽ ഒന്നാം ഘട്ടത്തിൽ 152 സീറ്റുകൾ വിധി എഴുതി കഴിഞ്ഞു. ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത 142 മണ്ഡലങ്ങളിലേക്കാണ് എന്നതാണ്. ഇതെന്തുകൊണ്ട് പശ്ചിമ ബംഗാൾ, അതായത് ഞാൻ സൂചിപ്പിച്ചു കേരളം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, അസം, പുതുച്ചേരി 5 ഇടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ബംഗാൾ ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നു എന്നതാണ്. ബംഗാൾ നമുക്കറിയാം ചുവപ്പ് കോട്ടയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. CPIMന്റെ അപ്രമാദിത്വമുണ്ടായിരുന്ന സംസ്ഥാനം ആണ്. പതിറ്റാണ്ടുകൾ നീണ്ട CPIMന്റെ പോരാട്ടം, അതിനുശേഷം CPIM തകർന്നടിഞ്ഞു പോകുന്ന രാഷ്ട്രീയ സാഹചര്യം, അവിടെയാണ് തൃണമൂൽ കോൺഗ്രസ് പച്ച പിടിച്ചത് എന്നതും എടുത്തു പറയേണ്ടതാണ്. നമ്മളിതാ ഈ 2021 ഡേറ്റകളടക്കം അടുത്ത ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണ്. അടുത്ത ഡേറ്റയിലേക്ക് പോകുമ്പോൾ 2021 വോട്ട് കണക്കുകൾ കൂടി ഒന്ന് പ്രേക്ഷകരുമായി ഫുൾ സ്ക്രീനിൽ പങ്കുവെക്കാം. കാരണം ഇതാ തൃണമൂൽ കോൺഗ്രസ് 215 സീറ്റുകൾ നേടിയാണ് കഴിഞ്ഞ തവണ അധികാരത്തിൽ ഏറിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അവിടെയാണ് BJP 77 സീറ്റുകൾ നേടി പ്രതിപക്ഷത്തിരിക്കുന്നു എന്നത് പ്രധാനപ്പെട്ടതാകുന്നത്. അതുമാത്രവുമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇതാ ആ വോട്ട് ശതമാനം കൂടി ഒന്ന് വിലയിരുത്തുക. BJPക്ക് 37% വോട്ട് നേടാൻ സാധിച്ചുവെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് 48% വോട്ടാണ് നേടിയിട്ടുള്ളത്. ഏതാണ്ട് 50%ഓളം വോട്ടുകൾ തൃണമൂൽ കോൺഗ്രസിന് നേടാൻ സാധിക്കുമ്പോൾ BJPയുമായുള്ള വോട്ട് വ്യത്യാസം 10% എന്നതാണ്. ആ വളർച്ചയുടെ ഒരു കണക്ക് കൂടി പ്രേക്ഷകർക്ക് വ്യക്തമാകണമെങ്കിൽ അതിനു മുമ്പ് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതായത് 2016 ഇതേ തൃണമൂൽ കോൺഗ്രസിന് 211 സീറ്റുകളിൽ ആയിരുന്നു വിജയിക്കാൻ സാധിച്ചിരുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. 44% ആയിരുന്നു അവിടെ വോട്ട് വിഹിതം എന്നതാണ്. അതാണ് 48% ഉയർത്തിയത്. അതേസമയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 44 സീറ്റുകൾ നേടാൻ അവിടെ സാധിച്ചിരുന്നു എന്ന് മാത്രമല്ല 12% വോട്ട്, അതും പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് 12% വോട്ട് ലഭിച്ച കോൺഗ്രസിന് അവിടെ 44 സീറ്റുകൾ നേടാൻ സാധിക്കുന്നത് അവരുടെ തട്ടകങ്ങളിൽ മാത്രമാണ് അവർക്ക് വേരോട്ടമുണ്ടായിരുന്നത്. സംസ്ഥാന വ്യാപകമായി വോട്ട് വർദ്ധിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. അതുകൊണ്ടാണ് 12% എത്തിയത്. അതേസമയം മറുഭാഗത്താകട്ടെ CPIMന്റെ സീറ്റ് നോക്കൂ. അവിടെ ഇതാ 26 സീറ്റുകൾ നേടാൻ CPIMന് സാധിച്ചുവെങ്കിലും വോട്ട് ശതമാനം കോൺഗ്രസിനേക്കാൾ കൂടുതലാണ്. അതിന് കാരണം CPIM ആയിരുന്നു നേരത്തെ അധികാരത്തിലിരുന്നത്. സംസ്ഥാന വ്യാപകമായി തന്നെ CPIMന് സ്വാധീനമുണ്ട്. ആ വോട്ട് ശതമാനമാണ് ഈ 17 എന്നത്. ഇനിയുള്ള കണക്കാണ് ഞെട്ടിക്കുന്നത്. അത് BJPയുടേതാണ്. ഇതാ നോക്കൂ, 2016 BJPക്ക് കേവലം 10% വോട്ടും മാത്രം, 10.16% വോട്ടും മാത്രമാണ് അവിടെ നേടാൻ സാധിച്ചത്. തൃണമൂലുമായും കോൺഗ്രസുമായും CPIMുമായും താരതമ്യം ചെയ്യുമ്പോൾ ഏറെ പിന്നിൽ നിൽക്കുന്നു BJP എന്ന് മാത്രവുമല്ല, കേവലം 3 സീറ്റുകൾ മാത്രമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ കാണിച്ച ഡേറ്റ 2021 കാർഡിലേക്ക് ഒരിക്കൽ കൂടി വന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. കാരണം 2016 കേവലം 3 സീറ്റ് ഉണ്ടായിരുന്നത് 2021 എത്തിയപ്പോൾ 77 സീറ്റാക്കി BJP ഉയർത്തി എന്നതാണ്. 2021 അതായത് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോൾ അത് 77 സീറ്റുകളാക്കി ഉയർത്തി. ഇതാ നോക്കൂ, BJP 77 സീറ്റുകൾ, 37%. അപ്പോൾ 5 കൊല്ലം കൊണ്ട് BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ നേടിയ വളർച്ച അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. അതായത് 3 ഇരട്ടിയിലേക്ക് BJP വളർന്നു 2021 എന്നതാണ് 2016 നിന്ന്. ഇനി അതിലേറെ കൗതുകകരമാകുന്ന മറ്റൊരു കണക്ക്
2011 കണക്കാണ് എന്നതാണ്. അവിടെയും തൃണമൂൽ കോൺഗ്രസ് 184 സീറ്റുകളാണ് നേടിയിരുന്നത്. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ തൃണമൂൽ കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുക തന്നെയാണ് ചെയ്തത്. 2011 38% മാത്രമാണ് വോട്ട് നേടാൻ സാധിച്ചത്. 184 സീറ്റായിരുന്നുവെങ്കിൽ പിന്നീട് അത് 211 പിന്നീട് 215 ഉയർത്തി. അതേസമയം കോൺഗ്രസിന് വലിയ നഷ്ടം സംഭവിക്കുന്നു. 42 സീറ്റുകൾ നേടുമ്പോൾ 9% എന്ന നിലയിൽ CPIM ആണ് അവിടെ എടുത്തു പറയേണ്ടത്. അപ്പോഴും CPIMന് മികച്ച ഒരു വോട്ട് ശതമാനം ഉണ്ടായിരുന്നു 2011. അത് 30% എന്നതാണ്. 40 സീറ്റുകളും 30% എന്നതാണ്. അവിടെ യഥാർത്ഥത്തിൽ BJP ചിത്രത്തിലെ ഉണ്ടായിരുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. 2011 അങ്ങനെ ചിത്രത്തിൽ ഇല്ലാത്ത ഒരു BJP ആണ് 2021 77 സീറ്റുകളിലേക്ക് ഉയരുകയും ഈ CPIMന്റെ വോട്ട് വിഹിതം അടക്കം BJPയിലേക്ക് പോയിട്ടുണ്ട് എന്നത് വളരെ കൃത്യമായി നമുക്ക് ആ ഡേറ്റകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം BJPയുടെ ദേശീയ നേതാക്കൾ ഉഴുതുമറിച്ച തെരഞ്ഞെടുപ്പ് പ്രചാരണം പശ്ചിമ ബംഗാളിൽ നടത്തിയത്. അതുമാത്രവുമല്ല, നരേന്ദ്രമോദി ഉൾപ്പെടുന്ന ഒരു ദേശീയ നേതാക്കൾക്ക് എതിരെ ഏറ്റവും ശക്തമായി പ്രതികരിക്കുന്ന ഒരു വനിതാ നേതാവ് കൂടിയാണ് മമതാ ബാനർജി. ആ മമതാ ബാനർജിയാണ് തൃണമൂൽ കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത് എന്നതുകൊണ്ട് തന്നെ തൃണമൂലിൻ്റെ ഒരു അപ്രമാദിത്വം അവസാനിപ്പിച്ചാൽ ഇന്ത്യ മുന്നണിയുടെയും അല്ലെങ്കിൽ പ്രതിപക്ഷ നിരയുടെയും ഒക്കെ വീര്യം കുറയ്ക്കാൻ BJPക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ കണ്ടതാണ്. നിരവധി MPമാർ അടക്കം BJP സ്വന്തം പാളയത്തിലേക്ക് AAPയിൽ നിന്ന് എത്തിച്ച് എങ്ങനെയാണ് AAPയെ പ്രതിസന്ധിയിലാക്കിയത് എന്ന്, പഞ്ചാബിലെ സർക്കാരിനെ എങ്ങനെയാണ് ഇപ്പോൾ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് എന്ന്. പക്ഷേ അത്തരം ഒരു തന്ത്രങ്ങളും BJPക്ക് തൃണമൂൽ കോൺഗ്രസിന് മുന്നിൽ വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചില്ല. ചില നേതാക്കളൊക്കെ പോയി എന്നത് ശരിയാണ്. പക്ഷേ അവരിൽ പലരും പിന്നീട് തൃണമൂൽ കോൺഗ്രസിലേക്ക് തിരികെ എത്തി. അങ്ങനെ BJP ക്യാമ്പിലേക്ക് പോയവരെ തിരികെ എത്തിച്ച മമതയാണ്. അവിടെയാണ് മമതയും അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയും 2 ബ്രാൻഡുകൾ ആയി നിന്നു പൊരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് പശ്ചിമ ബംഗാളിന്റെ തെരഞ്ഞെടുപ്പ് ഫലം ഏറെ നിർണായകമാകുന്നത്. ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിക്കുമ്പോഴും 90% മുകളിൽ വോട്ടിംഗ് ശതമാനം എന്ത് തന്നെയാണെങ്കിലും ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ വിലയിരുത്തുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.